സർ, പെനാൽറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ന്യൂസ് കേട്ടു. ലൈഫ് ലൈൻ സപ്പോർട്ട് ചെയ്യുന്ന കോഴിക്കോട് പന്തീരങ്കാവിലുള്ള ഒരു പ്രൊജക്ടിന് ററ ഫൈൻ അടിച്ചു എന്ന്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? എന്താണ്? ഞാനും ആക്ച്വലി കാണുന്നത് പത്രത്തിലാണ് കാണുന്നത്, നേരിട്ടല്ല. അല്ലാതെ പേപ്പേഴ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പ്രോജക്റ്റ് അറിഞ്ഞിരുന്നാലേ പറ്റൂ. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ റിയൽ എസ്റ്റേറ്റിൻ്റെ പുസ്തകത്തിലാണ്. 814 ദിവസങ്ങൾ കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം 2,74,000 രൂപ വെച്ച് ലോസ് ഉണ്ട്. പിന്നെ ഇതിനിടയ്ക്കുള്ള ആൾക്കാർ അറിയുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കൈ കിട്ടിയപ്പോൾ 22,30,00,000 രൂപ നമുക്ക് ലോസ് ആയി കഴിയും. സാറാ ഭയങ്കര കാര്യക്ഷമമായിട്ട് നോക്കുന്നു. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല ഡെവലപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഇത് വളരെ നല്ലതാണ്. ഇതിനകത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാനും ഒരു അഡ്വക്കേറ്റാണ്. അപ്പം ഈ നമ്മുടെ അഡ്വക്കേറ്റ് പോയി ററയിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. സാർ നമസ്കാരം. നമസ്കാരം. റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ കേരളത്തിലുള്ള ഭാവി എന്താണ്? ആക്ച്വലി കേരളത്തിലുള്ള ഭാവി എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു 10,000 മുതൽ 15,000 മുതൽ 15,000 അല്ല 12 ലക്ഷം മുതൽ 12 ലക്ഷം മുതൽ 15 ലക്ഷത്തോളം വീടുകൾ നമുക്ക് ഈ സദേൺ ഡിസ്ട്രിക്ട്സിലേക്ക് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഈ ഉൾനാടുകളിലൊക്കെ ഈ പിള്ളേർ പുറത്തേക്ക് പോകുന്നു, ഒത്തിരി പേര് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം. അതുകൊണ്ട് നമുക്ക് ഈ സദേൺ ഡിസ്ട്രിക്ട്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നോർത്തിലേക്ക് അത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. പക്ഷെ മേജർ ഒരു കാര്യം വന്നുകൊണ്ടിരിക്കുന്നതെന്നറിയാം. ഈ ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്ന ഈ മെയിൻ റോഡ്സ് ഉണ്ടല്ലോ, ഈ മെയിൻ റോഡ്സിലുള്ള കടകൾ അവിടെ എല്ലാം ഈ ശരിക്കും പറഞ്ഞാൽ ഈ സർവീസ് റോഡ് ഉള്ളിടത്തോട് മാത്രം ഉള്ളിലേക്ക് മാറിയിട്ട് നമുക്ക് പുതിയ മാളുകൾ വരും. അതാണ് ലോകത്തിൻ്റെ മോഡൽ. മറ്റേതല്ല എന്ന് ചോദിച്ചാൽ റെയിൽ വെച്ച് പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഈ മെയിൻ NH ഉള്ളതിൻ്റെ അടുത്ത് കിടക്കുന്ന റോഡ്, അതിനകത്തോട്ട് ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, റെയിലാണ്. ഹൈ സ്പീഡിൽ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ അതിൻ്റെ അവിടുത്തെ വില അങ്ങ് കുറയും. പകുതി 1/3 വരെ താഴേക്ക് പോകാം. കാരണം അവിടെ റോഡില്ല. ഇനി വേറെ പുറകെ കിടങ്ങാനും വഴി വന്നാൽ പിന്നെ ഇതിനിടയ്ക്കൂടെ ഈ ഇടയ്ക്ക് വരുന്ന സർവീസ് റോഡ് ഉള്ളിടത്തോടെ കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് അവിടെ ചെറിയ ടൗൺഷിപ്പുകൾ ഭയങ്കര സാധ്യത. അപ്പോൾ ഇവിടെ പോകുന്ന സാധ്യത അവിടെ പോകും. റോഡ് സൈഡ് വീടുകൾ എന്നുള്ള കൺസെപ്റ്റ് മാറി വരുന്നതാണ്. അതെ, ഈ കച്ചവട സ്ഥാപനങ്ങളും പോകും. ഇനിയുള്ള സമയത്ത് വരുമ്പോഴത്തേക്ക് റോഡുകൾ കംപ്ലീറ്റ്ലി വരുമ്പോഴത്തേക്കും കച്ചവട സ്ഥാപനങ്ങളും റോഡിന് സ്ഥലം കൊടുക്കാതിരുന്ന കച്ചവട സ്ഥാപനമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പോയിട്ട് ഈ പറഞ്ഞ സർവീസ് റോഡിൽ മാത്രമായി അതിനോട് കൂടിയുള്ള വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റണം. ഇനി അല്ലാത്തടത്ത് ഷോപ്പിംഗ് നടക്കത്തില്ല. അങ്ങനെ ഒരു മാറ്റം കൊമേഴ്ഷ്യൽ സെന്ററിൽ വരുന്നുണ്ട്. കച്ചവടങ്ങൾക്ക് വേണ്ടി ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ പ്രത്യേകം ഡെവലപ്പാവുകയാണ് അല്ലേ? അതെ. അതേപോലെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ററ എന്നുള്ള വാക്ക്. എന്താണ് ആ ററ? അതിന്റെ എങ്ങനെയാണ് അത് ഇൻവെസ്റ്റ്? ഈ ററ എന്ന് പറയുമ്പോഴത്തേക്കും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. ഇപ്പോൾ ഒരു 20 വർഷം 15 വർഷം 10 വർഷം പുറകോട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ പലപ്പോഴും കൽക്കട്ട, ഡൽഹി, മുംബൈ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ, ബാംഗ്ലൂർ, ചെന്നൈ, ഇവിടെയൊക്കെ ഈ ഒരാളിൻ്റെ ജീവിതത്തിൽ മുഴുവൻ അധ്വാനം കൊടുത്തിട്ടായിരിക്കും ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നത്. പക്ഷേ അത് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനായിട്ട് വാങ്ങിച്ച് 3 മാസം 6 മാസം കഴിയുമ്പോൾ ഡിമോളിഷൻ നോട്ടീസ് വരും. അപ്പോൾ അവരുടെ കംപ്ലീറ്റ്ലി പോവുക. ആ സമയത്ത് അന്വേഷിക്കുമ്പോൾ ഈ പ്രൊമോട്ടറെ ബിൽഡറെ ഒന്നും കാണത്തില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻസ് ഇപ്പോഴും ഒരുപാടുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നതിൽ കേരളത്തിൽ താമസിച്ചാണ് നടപ്പിലാക്കിയത്. അപ്പോൾ അന്നേരം മുതൽ ഞാനിത് പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതിനൊരു കറക്റ്റായിട്ട് നമ്മൾ സെബിയൊക്കെ വന്നല്ലോ. അപ്പം പണ്ടത്തെ ഷെയർ മാർക്കറ്റിലുള്ള തട്ടിപ്പക്കാരനുള്ള സെബി വന്ന്, പക്ഷേ ഇപ്പം എന്തായി, ഷെയർ മാർക്കറ്റ് നല്ല ലോകത്തിന് എവിടെ നിന്ന് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ, നമുക്ക് വിരൽത്തുമ്പിൽ നിൽക്കുക ഇൻവെസ്റ്റ് ചെയ്യാൻ. ആ മേഖല നല്ല വൈബ്രൻ്റായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ററ വന്നതോടുകൂടി സ്ലോലി മേ ബി ഒരു 4-5 വർഷം കഴിയുമ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ സേഫ് ആവും. അങ്ങനെ സേഫ് ആകുന്നതോടുകൂടി അല്ലാത്ത ആൾക്കാരെല്ലാം നാട് വിട്ടു പോകും. പലായനം ചെയ്ത് ഒരുപാട് പേര് നഷ്ടത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ അത് ഹോം ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവരുടെ ഗ്രീവൻസസ് സമയാസമയങ്ങളിൽ കേട്ട് അപ്പം തന്നെ പരിഹാരം ഉണ്ടാവും. കോടതിയിലൊന്നും പോയി ചെയ്യേണ്ട കാര്യമില്ല. 70% ഫണ്ടും
അത് പ്രത്യേകിച്ച് എസ്ക്രോ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അതെ. അപ്പോൾ പണിത് തീരുന്നതനുസരിച്ച് മാറ്റാനായിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ആർക്കിടെക്റ്റിൻ്റെ ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഇത് വേണം, അസസ്മെൻ്റ് ഒക്കെ കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഫണ്ടെടുത്ത് മറിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പെനാലിറ്റീസ്, ഡിഫോൾട്ടേഴ്സിനുള്ള പ്രശ്നങ്ങൾ, ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ മേഖലയിലുള്ള ഒരു ഗ്രോത്ത് ബൂസ്റ്റും ചെയ്യാനായിട്ട് ആ മേഖലയെക്കുറിച്ച് ഒത്തിരി ട്രസ്റ്റ് വരണം, ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വരണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാൻഡറ്ററി പ്രോജക്റ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പം 500 സ്ക്വയർ മീറ്ററിന് മുകളിലാണെങ്കിൽ, ഇല്ലെങ്കിൽ 8 യൂണിറ്റ് കൂടുതലാണെങ്കിൽ മസ്റ്റായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. എടുത്തേ പറ്റത്തുള്ളൂ. അതാണ് അതിനകത്ത് തോന്നിയിട്ടുള്ള കാര്യം. സർ, പെനാൽറ്റിയെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ന്യൂസ് കേട്ടു. ലൈഫ് ലൈൻ സപ്പോർട്ട് ചെയ്യുന്ന കോഴിക്കോട് പന്തീരങ്കാവിലുള്ള ഒരു പ്രൊജക്റ്റിന് ററ ഫൈൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? എന്താണ്? ഞാനും ആക്ച്വലി കാണുന്ന പത്രത്തിലാണ് കാണുന്നത്, നേരിട്ടല്ല. അല്ലാതെ പേപ്പേഴ്സൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിനും കിട്ടിയിട്ടില്ല. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പ്രോജക്റ്റ് അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ റിയൽ എസ്റ്റേറ്റിൻ്റെ പുസ്തകങ്ങളാണ്. ഇത് കൂട്ട് 42 പുസ്തകങ്ങൾ എനിക്ക് വേറെയുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ഒരു പുസ്തകമേ ഉള്ളൂ. ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഇപ്പം ഉടനെ തന്നെ ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഇതിന് ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേറെ ഫാക്കൽറ്റി ഇല്ല. ഇവിടെ നിന്ന് മാത്രമല്ല, മുംബൈയിലും ഇല്ല, ഡൽഹിയിലും ഇല്ല, വേറെ ആരും ഇതങ്ങനെ പഠിപ്പിക്കുന്നില്ല. റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥരാരും പഠിപ്പിക്കാനായിട്ട് പോകത്തില്ല. അപ്പം ഇത് ഞാൻ നല്ലപോലെ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേരെ ഞാൻ പഠിപ്പിച്ചു കേരളത്തിൽ. അങ്ങനെ ഒരുപാട് പേരെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ 1.5 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് കേരളം മൊത്തം എല്ലാ ജില്ലയിലുമായിട്ട്. പിന്നെ ഈ ബിസിനസ് സ്റ്റുഡൻസ് മാത്രം more than 5,000 ഉണ്ട്. ഇത് നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ ഇതിങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റിയൽ എസ്റ്റേറ്റ് സത്യസന്ധമായിട്ട് എങ്ങനെ ചെയ്യണം, അതൊരു നല്ല ഏരിയയാണ്. ലോകത്ത് ഈ വെൽത്ത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് റിയൽ എസ്റ്റേറ്റ് ഇല്ലാതെ പറ്റില്ല. അപ്പം കാരണം ഏറ്റവും കൂടുതൽ സ്വത്ത് അതിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു മാതൃകയായിട്ടൊരു മോഡൽ എടുത്ത് ചെയ്യണം. അപ്പോൾ അത് എൻ്റെ ശിഷ്യന്മാരുടെ ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ അവർ തന്നെയാണ് പ്രോപ്പർട്ടി കണ്ടെത്തിയത്. പലയിടത്ത് പ്രോപ്പർട്ടി കണ്ടെത്തി. പാലക്കാട് ഒരു പ്രോപ്പർട്ടി ഏതാണ്ട് എടുക്കുന്ന സ്റ്റേജ് വരെ വന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കാലിക്കറ്റുള്ള പ്രോപ്പർട്ടി ശരിക്കും പറഞ്ഞാൽ 18 ഏക്കർ വേറെ 2 കമ്പനികളുടെ കൈ കിടന്നതാണ്. അപ്പം അതിൻ്റെ മൊത്തം ഷെയർസ് ഈ പറഞ്ഞ നമ്മളെല്ലാവരും കൂടെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി അത് റിയലൈൻ എന്ന് പറയുന്ന കമ്പനി അത് മൊത്തം ഷെയർസ് വാങ്ങിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്ത് എല്ലാവർക്കും വീതിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു പർപ്പസ്. അപ്പം അത് ഞാൻ തന്നെ അതിൻ്റെ ഒരു പ്ലാനിങ്ങോട് കൂടി കൊടുത്തതാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ഒരു 14 കോടി അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് കൊടുത്തിട്ട് എഗ്രിമെൻ്റ് എല്ലാം വെച്ചു. അതിനൊരു എൻഡിങ് ഡേറ്റ് ഉണ്ട്. ഏതാണ്ട് 1 വർഷം അടുപ്പിച്ചുള്ള സമയമായിരുന്നു. ആ ഡേറ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് സർക്കാരിൽ നിന്ന് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് കിട്ടിയില്ല. അപ്പം ഡെവലപ്മെൻറ്റ് പെർമിറ്റ് ഒരുപാട് താമസിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 814 ദിവസം എടുത്തു. 814 ദിവസം അത് എടുത്തപ്പോഴത്തേക്ക് ഏകദേശം 2 കൊല്ലം 2 വർഷത്തിന് മുകളിലായി. അപ്പോൾ അത്രയും നാൾ താമസിച്ചു. അപ്പോൾ ഈ സോയിൽ സ്റ്റെബിലിറ്റി ഒന്നും പഠിക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലില്ല, അതിനുള്ള മെഷീനറി ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നം. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റുമാണല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ CMൻ്റെ ഓഫീസിൽ നിന്ന് ഒരുപാട് അവർ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. ചീഫ് സെക്രട്ടറിയാണ് ഒരുപാട് പ്രാവശ്യം കയറി ഇടപെട്ട് നോക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ്, KSIDC ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആഴ്ചകളും മാസങ്ങളും ഇതിൻ്റെ പുറകെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തി. ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതെല്ലാം ഈ സോയിൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കാനായിട്ട്. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ ഈ പ്രോപ്പർട്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ്, 1949 തുടങ്ങിയ സ്ഥാപനം. അതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രൈം. അവിടുന്ന് സയൻറ്റിസ്റ്റുകളെ കൊണ്ടുവന്ന് പഠിച്ച് ഞങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരുന്നു. അതുകൂടാതെ ഈ മാറ്റ് ലാബ് എന്ന് പറഞ്ഞാൽ ULCCയുടെ ഒരു ലാബുണ്ട്. അവരെ കൊണ്ട് അവിടെ മൊത്തം കൊണ്ടുവന്ന് പരിശോധിപ്പിച്ച് സോയിൽ ഭയങ്കര സ്റ്റേബിളാണ്, എത്ര മഴ പെയ്താലും അവിടെ മണ്ണിടിച്ചിലൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളിത് തുടങ്ങിയത് തന്നെ. അപ്പോൾ അങ്ങനെ മാക്സിമം അവർ പോയി സോയിൽ സ്റ്റെബിലിറ്റി ഒന്നും ചെയ്യാൻ സർക്കാർ നോക്കിയിട്ട് സർക്കാരിൻ്റെ കയ്യിൽ ആളില്ല. അങ്ങനെ നീണ്ടു പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരാളെ വ്യക്തിയെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ പോയി 814 ദിവസങ്ങൾ പോയി. ബൈ ദ ടൈം ഡേറ്റ് തീരാൻ പോകും, അതായത് ഓൾറെഡി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോയേഴ്സിന് ഹൈക്കോർട്ടിലുള്ള അവരോട് ചോദിച്ചു എന്ത് ചെയ്യണം, ദിസ് സിറ്റുവേഷൻ, ഗവൺമെൻറ്റിൽ നിന്ന് ഇത് കിട്ടുന്നുമില്ല.
അപ്പോൾ അവരുടെ ഐഡിയയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ പ്രീവിയസ് ഓണേഴ്സ് ആയിട്ടുള്ള 2 കമ്പനികളിൽ നിന്നും ഡെവലപ്പ് ചെയ്യാതെ 315 പേരാണ്, 115 പേരാണ് ഇതിനകത്ത് ഈ പ്ലോട്ട് ഓണേഴ്സായിട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഡെവലപ്പ് ചെയ്യാതെ, കാരണം പ്രോപ്പർട്ടി മുറിച്ച് കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ട്, അവകാശമുണ്ട്. ഇവർക്ക് വാങ്ങിക്കാനുള്ള അവകാശം. അതെ, തീർച്ചയായിട്ടും. ഒരു ഡെവലപ്മെൻറ്റും ചെയ്യാതെ, ഒന്നും ചെയ്യാതെ 8 സെൻറ്റ് 8 സെൻറ്റ് 8 സെൻറ്റ് നമ്മൾ വര മാത്രം ഇട്ടിട്ട് പടം വരച്ച് വെച്ചിട്ട് 8 സെൻറ്റ് 8 സെൻറ്റ് വീതം മുറിച്ച് ഈ 115 പേർക്കും നേരത്തെ കമ്പനികൾ വിറ്റു. അവർക്ക് ഫുൾ പൈസ കിട്ടി, നേരിട്ട് കംപ്ലീറ്റ്ലി ഓരോരുത്തരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോക്കുവരവ് ചെയ്ത് തീർന്നു. അതുകൂടാതെ നമ്മൾ അന്നേരമാണ് പ്ലാൻ വന്നിട്ടൊരു 2.5 ഏക്കറോളം ഒരു 5 സ്റ്റാർ ഹോട്ടലിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടു. പിന്നെ കുറേ ഏരിയ ഒരു 300ഓളം ഫ്ലാറ്റുകൾ കൊണ്ടുവരാൻ ഫ്യൂച്ചറിൽ സെപ്പറേറ്റ്, ഇതെല്ലാം സെപ്പറേറ്റ് കമ്പനിയായിട്ട്. അപ്പോൾ ആദ്യത്തെ ഈ റിയലൈൻ വഴി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള പരിപാടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ 315 പേരുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ 115 പേര് കൂടിയിട്ട് അത്രയും പേര് മെമ്പേഴ്സായിട്ടൊരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു. ആ ട്രസ്റ്റിൻ്റെ പേരിൽ കോമൺ ഏരിയ, പാർക്കിനുള്ള ഏരിയ, ഓഫീസ് സ്പേസസ് വരേണ്ടത്, പിന്നെ ബിസിനസ് സെൻറ്റർ, ഇങ്ങനെയുള്ള പിന്നെ സ്വിമ്മിംഗ് പൂള്, ഇങ്ങനെയുള്ള ഈ കോമൺ അമ്യൂണിറ്റീസ് മുഴുവനും ഈ ട്രസ്റ്റിൻ്റെ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഈ 115 പേര് കൂടി ട്രസ്റ്റിൻ്റെ ഇതിൽ നിർത്തിക്കൊണ്ട് അവർ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അവിടെ വിൽപ്പനയില്ല. ഇവിടെ ഒരുപക്ഷെ ഇപ്പോൾ 1 കോടി രൂപ ഫൈൻ അടിച്ചു എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. പക്ഷേ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം എന്നറിയാം, കേരളത്തിലെ ററ അത്രയും നന്നായിട്ട് നോക്കി ഈ സമയത്ത്, അപ്പം പരാതിക്കാരില്ല, ആർക്കും കംപ്ലൈൻ്റ് ഇല്ല, ഇവിടെ വിൽപ്പന നടന്നിട്ടേ ഇല്ല, ബയേഴ്സ് മാത്രമാണ് നമ്മൾ. അപ്പോൾ എന്നിട്ട് പോലും കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാതാണെങ്കിലും ററ അവിടെ വന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൻ്റെ ഈ കോൺസെപ്റ്റ് മനസ്സിലായില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഇനി ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ? ഇനി പുറത്ത് കിടക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു നിയമപ്രശ്നം, മെയിനായിട്ടൊരു നിയമപ്രശ്നം ഉള്ളതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് നോക്കുമ്പോൾ സെക്ഷൻ 3 കേരള പറയുന്നത് അതിൻ്റെ ഇതാണ് ഈ ഒരു പ്രോജക്റ്റ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് മാൻഡേറ്ററിയാണ്. അതിനകത്ത് പറയുന്നത്, സെക്ഷൻ 3 പറയുന്നത്, ഒരു പ്രൊമോട്ടറും ററ രജിസ്ട്രേഷൻ ഇല്ലാതെ അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല, മാർക്കറ്റ് ചെയ്യാൻ പാടില്ല, ബുക്ക് ചെയ്യാൻ പാടില്ല, സെല്ല് ചെയ്യാൻ പാടില്ല, ഓഫർ ചെയ്യാൻ പാടില്ല, അതുപോലെ പ്ലോട്ട് കൊടുക്കാവുന്ന, അപ്പാർട്ട്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കാൻ പാടില്ല, സോളിസിറ്റ് ചെയ്യാൻ പാടില്ല. ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ 115 പേരും അവർ ബയേഴ്സാണ്, നോട്ട് സെല്ലേഴ്സ്. അപ്പം ഈ റിയലൈൻ എന്ന് പറഞ്ഞ് അതിനിടയ്ക്ക് ആദ്യമേ ഉണ്ടാക്കിയ ആ കമ്പനിയിലേക്ക് തന്നെ ഇവിടെ വരാൻ പറ്റത്തില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ശിഷ്യരായിട്ട് തന്നെ US-ലുള്ളവരുണ്ട്, പിന്നെ ഗൾഫിലുള്ളവരുണ്ട്, യൂറോപ്പിലുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ആ സമയത്ത് ഇവിടെ വന്നു വാങ്ങിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടാക്കിയ കമ്പനിയുടെ പേരിൽ വാങ്ങിച്ചു. അത് കുറച്ച് പ്ലോട്ടുകൾ കമ്പനിയുടെ പേരിൽ വാങ്ങിച്ചു എന്നും പറഞ്ഞിട്ട് കമ്പനിക്കല്ല അവകാശം. അവർ പിന്നീട് അവർ വീട് വെക്കുമ്പോഴത്തേക്ക് അവരിലേക്ക് ആ സമയത്ത് എടുക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ 115 പേര് വാങ്ങിച്ചവർക്ക് അവർ പ്രോപ്പർട്ടി വാങ്ങിച്ചു, അത് കഴിഞ്ഞ് അവർ ഡെവലപ്പ് ചെയ്ത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, അവർ ഡെവലപ്പ് ചെയ്തിട്ട് വിറ്റിട്ടുമില്ല. അപ്പം അവർ വാങ്ങിച്ച് അവർ തന്നെ ഡെവലപ്പ് ചെയ്തു. അത് ട്രസ്റ്റ് ആണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനകത്ത് ഈ കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ല. റോഡും എല്ലാം ട്രസ്റ്റിലൂടെയാണ് പോകുന്നത്. കമ്പനിയുടെ സ്ഥാനത്തിൻ്റെ ഒന്നും പോകുന്നില്ല. കമ്പനി ആ പിക്ചറിലേ ഇല്ല. അപ്പോൾ ഇനി വന്നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ സെക്ഷൻ 3 പറയുന്നത് എന്തുവാണ്? പ്രൊമോട്ടർക്കാണ്. ഇവിടെ പ്രൊമോട്ടറില്ല, ഇവിടെ സെല്ലറില്ല, ബയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പിന്നെ പക്ഷേ എന്താണെങ്കിലും എനിക്ക് ഹാപ്പിയാണ്. കാരണം ററ അങ്ങനെ ഒരു ചെറിയ കാര്യത്തിനാണെങ്കിലും സസ്പീഷൻ്റെ പേരിലാണെങ്കിലും അത് ചെയ്തതെന്ന് പറഞ്ഞപ്പം ഇവിടെ നോക്കാനും പറയാനും ആളുണ്ട്. ററ ഭയങ്കര കാര്യക്ഷമമായിട്ട് നോക്കുന്നു. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല ഡെവലപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഇത് വളരെ നല്ലതാണ്. ഇതിനകത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി ഞാനും ഒരു അഡ്വക്കേറ്റാണ്. അപ്പം ഈ നമ്മുടെ അഡ്വക്കേറ്റ് പോയി ററായിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ററായ്ക്ക് ഈ കാര്യങ്ങൾ കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മളിത് ചെയ്യാനായിട്ടുള്ള പൈസ എല്ലാം അടച്ച്, ഫുൾ പൈസ അടച്ച്, ഗവൺമെൻറ്റിൽ നിന്ന് ഈ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ലേഔട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടെ കയറ്റിയാൽ മതി.
ബാക്കിയെല്ലാം പൈസ എല്ലാം കൊടുത്തൊക്കെ റെഡിയാക്കി. വെച്ചേക്കുക. പക്ഷെ എന്ത് ചെയ്തു? ഇപ്പം സമയം കഴിഞ്ഞിട്ട് നടക്കാതിരുന്നു. പിന്നെ വേറെ ഒരു നിവൃത്തിയില്ല. സിറ്റിസൺ ഒരു വഴി വേണ്ടേ? അതെ അതെ. അപ്പോൾ അവർ ഓരോരുത്തർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റെറയ്ക്ക് ലെറ്റർ കൊടുത്ത് അത് റീഫണ്ട് വാങ്ങിച്ചു. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഈ ഓരോരുത്തരുടെ പേരിലുള്ളത് ഈ പിന്നെ പഴയ കമ്പനിക്ക് കയറിയിട്ട് റെറ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഓരോ വ്യക്തിയുടെ പേരിലല്ലേ ഉള്ളത്. അതെ. അപ്പോൾ ഇവിടെ ഫണ്ടമെൻ്റലി ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബയർ മാത്രമേ ഉള്ളൂ, സെല്ലറില്ല. ഇനി പ്രോപ്പർട്ടി ഏതെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ഇവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി വിറ്റേക്കുന്നത്. ചില ആൾക്കാർക്കൊക്കെ ഹോട്ടലാണ് ഏറ്റവും കൂടുതൽ ലാഭം. ലോകത്തിലെ നമ്പർ 1 ഹോട്ടലാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ഇപ്പം നെഗോഷിയേറ്റ് ഒക്കെ ചെയ്ത് ഫൈനലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് വലിയ കൺവെൻഷൻ സെൻറ്ററും വലിയ സംഭവമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്തോട്ട് വരുമ്പോൾ അവരുടെ ഈ വീടിനെ കഴിഞ്ഞൊക്കെ 4-5 ഇരട്ടി ആകാനുള്ള സാധ്യത അവിടെയാണ്. അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ പലരും വിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതിനകത്ത് അവർ ചിലപ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കി കാണും. പക്ഷെ നമ്മുടെ ശ്രദ്ധപ്പെട്ടത് നമ്മൾ പറഞ്ഞ് ഇതിടാൻ പറ്റത്തില്ല. ആ ചാൻസ്. അപ്പോൾ അതിനകത്ത് പിന്നെ ഒരു പ്രിവ്യൂ എന്നും പറഞ്ഞ് ആരോ ചെയ്തൊരു വീഡിയോ ആണ് എടുത്ത് വേറെ അയച്ചു തന്നത്. അല്ലാതെ നമ്മുടെ പ്രസ്ഥാനമായിട്ട് ആ കമ്പനിയായിട്ട് വെബ്സൈറ്റിൽ കൂടെ വെബ്സൈറ്റിലൊന്നും ഒന്നുമില്ല. നിയമം വയലേറ്റ്, ഈ നിയമം അറിയാവുന്നതല്ലേ. പിന്നെ സോഷ്യൽ മീഡിയക്കകത്ത് ഒന്നുമില്ല. സോഷ്യൽ മീഡിയക്കകത്ത് ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഇവർ ഓണേഴ്സ് അല്ലേ, അവരിത്രയും പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഇത് വേണമെങ്കിൽ അവർക്ക് വ്യക്തിപരമായിട്ട് വിൽക്കാം. അത് റെറയുടെ പരിധിയിൽ വരത്തില്ല. ഇവിടെ സെല്ലർ ഇല്ല, പ്രൊമോട്ടർ ഇല്ല. ഇവിടെ എന്താ ഉള്ളത്? ബയർ മാത്രമാണ്. അപ്പോൾ ബയറെ എങ്ങനെ ഫൈൻ അടിക്കാൻ പറ്റും? അപ്പോൾ അത് ഇനി റെറയ്ക്കൊരു ഉത്തരവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാര്യം വ്യക്തമായിട്ടും നമ്മൾ ഇതിനൊരു അപ്പലേറ്റ് ബോഡിയുണ്ട്. അപ്പലേറ്റ് ബോഡിയിൽ നമ്മൾ അവതരിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞ് അപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ നിയമത്തിൻ്റെ ജൂറിസ്ഡിക്ഷനകത്ത് തന്നെ വരുന്നില്ല എന്നുള്ളത്. പിന്നെ അതല്ലെങ്കിൽ പിന്നെ എന്തുവാണ്? അതും കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോർട്ട് കിടക്കുക. ഇപ്പം ഈ നിയമവ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലും കൊണ്ട് തീരുമല്ല. നമ്മൾ സത്യമുണ്ട്, നീതിയുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ ആണെങ്കിലും നമുക്കിത് കിട്ടും. പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവം വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യാനില്ല, സന്തോഷമേ ഉള്ളൂ. നമുക്കൊരു വിജിലൻ്റ് ആയിട്ടുള്ളൊരു പ്രസ്ഥാനം ഏതായാലും അവിടെ ഉണ്ടായില്ല. അത് വളരെ നല്ലതാണ്. ഈ ഒരു മേഖലയിൽ വളരെ നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ് നടക്കും. തന്നെയല്ല നമുക്ക് അവിടെ വേറെ ഒരുപാട് ആംബിഷൻസ് ഉണ്ട്. സാറിപ്പം ഈ റെറ വന്നതിന് ശേഷം ഇൻവെസ്റ്റേഴ്സിനുണ്ടായ കുറേ അനുകൂല കാര്യങ്ങളെക്കുറിച്ച് സാറ് പറഞ്ഞു. പക്ഷേ റെറയെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഇതിന് നമ്മൾ 2022 ജൂലൈയിൽ നമ്മൾ അപേക്ഷ കൊടുത്താൽ, അതായത് ഈ പിന്നെ ലേഔട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനായിട്ട്. അത് 2024 ഓഗസ്റ്റ് 3-ാം തീയതി കിട്ടിയത്. അപ്പോഴത്തേക്ക് നമുക്ക് 814 ദിവസങ്ങൾ കഴിഞ്ഞു പോയി. 814 ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം 2,74,000 രൂപ വെച്ച് ലോസ് ഉണ്ട്. പിന്നെ ഇതിനിടയ്ക്കുള്ള ആൾക്കാർ അറിയുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് കൈ കിട്ടിയപ്പോൾ 22,30,00,000 രൂപ നമുക്ക് ലോസ് ആയി കഴിഞ്ഞു. നഷ്ടം വന്നു കഴിഞ്ഞു. കാരണം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ. ഓക്കെ, അത് ആർക്കാ പോകുന്നത്? ഈ ഇത്രയും വീട് വെക്കുന്ന അവരുടെ കയ്യിൽ നിന്നാണ് ഇത്രയും പൈസ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇവിടെ ഈ പെരുവണ്ണ പഞ്ചായത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വന്ന ഒരു പ്രോജക്റ്റായത്. നമ്മുടെ ഈ പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് സാർ ഭാവി പരിപാടികൾ, എന്തൊക്കെ അമ്യൂണിറ്റീസാണ് അവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മളവിടെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ലോകത്തിലെ നമ്പർ 1 5-സ്റ്റാർ ഹോട്ടൽ. ഓക്കെ, അതൊരു 200 റൂമുള്ള, തന്നെയല്ല അതിനോടുകൂടി കൺവെൻഷൻ സെൻറ്ററും ഒക്കെ ഉള്ള വലിയ വിപുലമായ ഒരു പരിപാടിയാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരു 300 എക്സാക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം, 300 അപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഡിസൈനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇപ്പം ആര് വന്നാലും അതിനകത്ത് നമുക്ക് പൈസ വേണ്ട. അതെല്ലാം റെറയൊക്കെ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളതെല്ലാം കഴിഞ്ഞിട്ട് ലോഞ്ച് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ അതിൻ്റെ സമയമായിട്ടില്ല. പക്ഷേ ഹോട്ടൽ റെറയ്ക്കകത്തല്ല. ഹോട്ടൽ ഇപ്പം ഹോട്ടലിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എൻ്റെ തന്നെ ശിഷ്യരുണ്ടല്ലോ, ഇഷ്ടംപോലെ ബിസിനസ്സിൽ നിൽക്കുന്ന ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അവർക്കൊരു കൗതുകമാണ് അപ്പോൾ ഇതവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൂടാതെ നമ്മൾ അതിനകത്ത് ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഒരാൾ വന്ന് അതിനകത്ത് നമ്മുടെ തന്നെ ശിഷ്യരാണല്ലോ എല്ലാം. അപ്പോൾ
അപ്പോൾ അതിനകത്ത് കയറി താമസിക്കുന്ന ഒരാൾ, അയാളുടെ മരണം വരെ ഇപ്പോൾ 99 വയസ്സ് വരെയാണ്, 99 വയസ്സ് വരെ അവിടെ നിന്ന് തന്നെ ഇൻകം കിട്ടണം. അപ്പോൾ അവർക്ക് ജീവിച്ചു പോകാനും മറ്റ് ചിലവുകൾക്കും എല്ലാം. അപ്പോൾ അതിനൊരു പ്രധാന സംഭവം നമ്മളൊരു വലിയ ക്ലൗഡ് കിച്ചൺ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ആദ്യമൊക്കെ ഒരു 10,000 പേർക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നീട് ഒരു 10-30,000 പേരിലേക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ക്ലൗഡ് കിച്ചൺ. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം കൊണ്ട് തന്നെ അവിടുത്തെ മുഴുവൻ എംപ്ലോയീസിൻ്റെയും പിന്നെ എന്താണ് വേറെ വരുമാനം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ അവരുടെ പൈസ ഇട്ടിട്ടാണ് വരുന്നത്. ഒരു വലിയ ക്ലൗഡ് കിച്ചൺ അതേതാണ്ട് ഫൈനൽ സ്റ്റേജിലോട്ടായിരിക്കുകയാണ്. പിന്നെ ഒരു വലിയൊരു മെഗാ ക്ലബ്ബ് എന്നാണ് ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പോൾ ഈ ജിംഖാന ക്ലബ്ബൊക്കെ മോഡലിൽ മുംബൈയിലൊക്കെ ഉള്ളതുപോലെ ആ ഒരു മോഡലിൽ വരാനായിട്ട്. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ ആദ്യത്തെ പ്ലാനിനകത്ത് ഒരു വലിയ ഫുഡ് പ്രോസസ്സിങ് ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് വെച്ചിരുന്നു. അതൊരു 10 ഏക്കർ സ്ഥലമെങ്കിലും എടുത്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അത് നമ്മളിപ്പോൾ മാറ്റിയിട്ട് കർണാടകത്തിലേക്ക് മാറ്റാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് പല റീസണുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിത് തുടങ്ങാനായിട്ടെല്ലാം ആദ്യമേ നമ്മൾ 18 ഏക്കർ മതി എന്നുള്ളതിൽ തന്നെയായിരുന്നു. പിന്നീട് നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഫുഡ് പാർക്കിൻ്റെയൊക്കെ വന്നത്. അപ്പം അവിടുത്തെ ജനങ്ങൾക്ക് ഇതാകുമല്ലോ. പക്ഷേ എന്ത് വെച്ചാൽ നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ വില പെട്ടെന്ന് കുത്തനെ കൂടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ ഫുഡ് പാർക്കൊന്നും അഫോർഡബിൾ ആകത്തില്ല, ലോസ് വരും. അപ്പോൾ അവിടെ ഒരു എൽഡേഴ്സ് റിസോർട്ടും കൂടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പ്രായമായവർക്ക് വേണ്ടിയിട്ട്, പക്ഷേ വളരെ പോഷായിട്ട് ചെയ്യാനായിട്ട്. പിന്നെ ലൈഫ് ലൈൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ കൊണ്ടുവരാനായിട്ട് അത് നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ കേരളത്തിന് നല്ലൊരു സ്നാക്സ് ഇല്ല, പ്രോട്ടീൻ ബാറുകളൊക്കെ അത് US കിട്ടുന്ന പോലെ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഫാക്ടറി അതൊന്നും പൊള്യൂഷനൊന്നും ഉണ്ടാകാത്ത. അപ്പോൾ അത് നമ്മൾ ആദ്യമേ തന്നെ ആലോചിച്ച് തന്നെ ഈ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മൈസൂരിലാണ്. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ ശ്രീദേവി അന്നപൂർണ സിംഗ് എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മലയാളി പ്രോസസ്സും ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു വലിയ ഫുഡിൻ്റെ ഒരു സംഭവം, കാരണം കോഴിക്കോട് ഈസ് നോൺ ഫോർ ഫുഡ്. അതായിരുന്നു നമ്മൾ അവിടെ ചെന്നത്. അതിപ്പോൾ കർണാടകത്തിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകാനായിട്ടുള്ള ഫൈനൽ സ്റ്റേജ് ആയിക്കഴിഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റുഡിയോ ഫ്ലോറ് ഈ സിനിമ എടുക്കുന്നതിന് മാത്രമല്ല, സിനിമയ്ക്ക് ബാക്കി എല്ലാത്തിനും വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കോഴിക്കോട് തന്നെ ഒരുപാട് പുതിയ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വരുന്നുണ്ട്. പിന്നെ CBIയുടെ ഒരു ഓഫീസ് മറ്റും. പിന്നെ അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ MSME മിനിസ്ട്രിയുടെ ഒരു ഓഫീസ്, അതും ഞാൻ ഡൽഹിയിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു കുറച്ച് ഭാഗം ഉദ്ദേശിക്കുന്നത്, കാരണം ഇവിടുത്തെ ഈ പ്രോപ്പർട്ടിയുടെ വില വർദ്ധിച്ചതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നതിൽ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഇത് നമ്മൾ പാലക്കാട് ഞാൻ നേരത്തെ എടുത്ത് ഫൈനൽ വരെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി കൊണ്ടുവന്നൊരു 68 ഏക്കേഴ്സിൻ്റെ ഉണ്ട്. പലരുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതിപ്പോഴും അതിൽ തന്നെ നിൽക്കുകയാണ്, അഗ്രിമെൻറ്റിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാനും പിന്നെ കുറച്ച് നമ്മൾ മൈസൂരിൽ കൊണ്ടുപോകാനായിട്ടും. പിന്നെ അത് പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഹൈഡൻ പാർക്ക് എന്ന് പറഞ്ഞ ബീജിങ്ങിലൊരു ലോകത്തിലെ ആദ്യത്തെ AI പാർക്കുണ്ട്. ഒരു ഭയങ്കര സംഭവമാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ റോബോട്ടിക്സും ആയിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ ആർട്ട് പാർക്ക് എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതേതാണ്ട് 230 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തിലൊരു ഇമ്മേഴ്സോ എന്ന് പറഞ്ഞൊരു AI പാർക്കുണ്ട്, ഗിഫ്റ്റ് സിറ്റിയിലാണ്. അപ്പോൾ ആ മോഡലിൽ നമ്മൾ ഒരെണ്ണം, അത് പക്ഷേ ഈ ഗിഫ്റ്റ് സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ 16,000 കോടിയുടെയാണ്. പക്ഷേ നമ്മുടെ US ഉള്ള ശിഷ്യർ നമുക്ക് എന്തെങ്കിലും തുടങ്ങണമെന്ന് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം കോഴിക്കോട് പറഞ്ഞിരുന്നു, വയനാട് പറഞ്ഞിരുന്നു, പാലക്കാട് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ വിലയാണ് നമുക്കൊരു വലിയ പ്രശ്നം. അതുകൊണ്ട് കുറേ സംഭവങ്ങൾ നമ്മൾ എന്തായാലും ഇത് ലിങ്ക്ഡ് ആയിരിക്കും ഇവിടുന്ന്. അപ്പം എല്ലാ ജില്ലകളിലേക്കും പതുക്കെ വ്യാപിപ്പിക്കുന്നതാണ്. അല്ല, അതിനകത്തൊരു വലിയ പ്രശ്നങ്ങളെന്നറിയാം. കേരളത്തിലെ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാത്ത ഒരുപാട് പ്രോപ്പർട്ടി കിടപ്പുണ്ടെങ്കിലും നമുക്ക് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മൂല്യം നോക്കും ഭയങ്കര വില വരും. നമ്മൾ തമിഴ്നാട്ടിലോട്ടോ ഇല്ലെങ്കിൽ കർണാടകത്തിലേക്കോ നമ്മൾ ഇങ്ങനെ പ്രൊഡക്ഷൻ ബേസ് എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോഴിക്കോട് നമ്മൾ നേരത്തെ തന്നെ എല്ലാം വരച്ചൊക്കെ കൊണ്ടുവന്ന കൺസൾട്ടൻറ്റ് വളരെ താല്പര്യത്തിലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു അത് മാറ്റാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പിന്നെ പ്രോപ്പർട്ടി വാല്യൂ അത് തങ്ങളീ മാച്ച് ചെയ്യത്തില്ല. പലപ്പോഴും ഇവിടെ പല ആൾക്കാരും വന്നിട്ട് ഇൻഡസ്ട്രി തുടങ്ങാൻ വന്നിട്ട് ഈ അബാൻഡൻ ചെയ്യുന്ന ലാസ്റ്റ് മൊമെൻറ്റിൽ നോക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി വാല്യൂ ഒക്കെ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് നമുക്ക്
കാശില്ലാതെ. അതെ അപ്പോൾ അതെ ആ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് ഇപ്പോൾ ഗുജറാത്തിലെന്ന് പറഞ്ഞാൽ വിത്ത് യൂണിവേഴ്സിറ്റിയൊക്കെയാണ് വരുന്നത്. അതെ അതെ ആ, അപ്പം കർണാടക ഒക്കെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എയുടെ പാർക്ക് അപ്പോൾ കോഴിക്കോട് പറ്റിയില്ലെങ്കിൽ അത് കോഴിക്കോട് പാടായിരിക്കും. നമ്മൾ ഏതാണ്ട് ഒന്ന് വിട്ടതുപോലായി. പിന്നെ അത് ഒന്നുകിൽ പാലക്കാട് അല്ലെങ്കിൽ നമ്മൾ കർണാടകത്തിലേക്ക് കർണാടകത്തിൽ വളരെ ഇഫക്റ്റീവായിട്ടാണ് വന്നേക്കുന്നത്. ഇതിന്റെ എല്ലാ ഇൻവെസ്റ്റേഴ്സും സാറിന്റെ വിദ്യാർത്ഥികൾ തന്നെയാണോ അതോ പുറത്തുനിന്ന് ഒരു പോളിസി ആയിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിദ്യാർത്ഥികളെ മാത്രമേ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ഓക്കെ അല്ലാതെ നമുക്ക് അത്ര നല്ല ആൾക്കാരെ കിട്ടിയാലും അവർക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, എൻ്റെ കൂടെ ഒന്ന് പഠിച്ചാൽ പോരെ. അതെ 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 ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെയോ ദുബൈയിലോ എവിടെയെങ്കിലും വന്ന് പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി ആവുമല്ലോ. അതെ അതെ പക്ഷെ വിദ്യാർത്ഥി അല്ലാത്ത ആൾക്കാരായ ഇവർ സിങ്ക് ചെയ്ത് പോകത്തില്ല. അതെ അതെ കാരണം ഞാനൊരു കൺസൾട്ടൻ്റ്, ഗുരു, അധ്യാപകൻ എന്നുള്ള സ്റ്റേജിലാണ്. എനിക്കല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം പോലെ ഉണ്ട്. പിന്നെ അവിടെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അവർ തന്നെയാണ്. അവർ തന്നെ നടത്തുന്നത്. ഓക്കെ ഞാനതിനകത്തൊരു അവർ തമ്മിൽ ഈ കോഹഷൻ എന്ന് പറഞ്ഞ ഒരു കോമൺ അധ്യാപകൻ എന്ന് പറഞ്ഞതുപോലുള്ളൊരു എലമെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കാര്യം കിട്ടുന്നത്. അതായത് സാർ ഒരു ക്ലാസ് കൊടുക്കുന്നതിനപ്പുറം അവർക്കതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും കൂടെ കൊടുക്കുവാണ്. ആക്ച്വലി ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 2000 കോടിയുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഫ്യൂച്ചറിൽ വരും. കാരണം ഈ 18 ഏക്കറിനകത്ത് തന്നെ നമ്മൾ കഴിവതും കെട്ടിടങ്ങൾ വെർട്ടിക്കലി പോവുക. അതൊക്കെ ഇപ്പം പിന്നെ സിവിൽ ഏവിയേഷൻ്റെ പെർമിഷൻ എടുത്തപ്പോൾ നമുക്ക് 72 ഫ്ലോർസ് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എടുത്തേക്കുന്നതിനകത്ത് തന്നെ നിന്നുകൊണ്ട് വേറെ ഫർദറായിട്ട് നമുക്ക് പ്രോപ്പർട്ടി വേണ്ട എന്നുള്ളൊരു സ്റ്റേജിൽ എടുത്തിട്ട് പിന്നെ എടുക്കുന്നത് പ്രൊഡക്ഷൻ ബേസ് എല്ലാം കർണാടകത്തിലേക്ക് നമ്മൾ എടുക്കുകയാണ്. പിന്നെ കുറച്ച് സംഭവം നമുക്ക് നേരത്തെ പ്രോപ്പർട്ടി ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെറൈൻ വളരെ മോശമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ വേറല്ല, ഒത്തിരി പൈസ ചിലവാകും. അപ്പം അതുകൊണ്ട് പാലക്കാടാകുമ്പോൾ നമുക്ക് വളരെ നിരന്ന സംഭവങ്ങൾ കിട്ടും. അപ്പോൾ എന്തായാലും ഈ ടൗൺഷിപ്പ് കേരളത്തിൽ മറ്റുള്ള പദ്ധതികളെക്കാട്ടിലും വളരെ വ്യത്യസ്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇത് വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രോജക്റ്റാണ്. ഹോട്ടൽ തന്നെ ഈ പറഞ്ഞ ലോകത്തിലെ നമ്പർ 1 ഹോട്ടൽ കാലിക്കട്ട് ആ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കാര്യമാണ്. ഞാനിങ്ങനെ കൂടെ നിന്ന് കൊടുത്താൽ പോരാ, നമ്മുടെ ശിഷ്യരല്ലേ അത് നടത്തുന്നത്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെയല്ല, കേരളത്തിലെ ഒത്തിരി മെഗാ പ്രോജക്ട്സ് നടത്തുന്ന ബിസിനസ്സുകാർ ഒരുപാട് പേര് എൻ്റെ ശിഷ്യരാണ്. അതെ 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 അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം സപ്പോർട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും. സാർ, നമ്മൾ റെറയെക്കുറിച്ച് പറയുമ്പം ഇപ്പം നമ്മൾ റെറ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായി. പക്ഷെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും റെറയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണം ചില ഏജൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നില്ല, ട്രെയിനിങ് കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. വേറെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, സാർ ഇത്രയും സൂക്ഷ്മ നിരീക്ഷണം, ഇത്രയും വിദഗ്ധന്മാരുടെ ഉൾപ്പെടെ ഉള്ളവരുടെ കൂട്ടം നിർത്തി ഈ ഒരു പ്രൊജക്റ്റോട്ട് ഇറങ്ങിയപ്പോഴും റെറയുടെ ഭാഗത്ത് നിന്ന് ചില തടസ്സങ്ങൾ പോലെയല്ലേ ഇതിപ്പോൾ വന്നേക്കുന്നത്? നമ്മളത് അങ്ങനെ എടുക്കണ്ട. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഇപ്പോൾ ഒരു ചാലഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിൽ നല്ലത് വരത്തുള്ളൂ. അതെ. പിന്നെ ഇതിപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മളിതിനകത്തൊരു 1% മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ ചെയ്തത് 1% പോലും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും അതിനകത്ത് വന്ന് നിരീക്ഷണം നടത്തി ഒരൊറ്റ സിംഗിൾ കംപ്ലൈൻറ്റ് പോലും ഇല്ല, ഒരു ഇഷ്യൂ ഇല്ല. തന്നെയല്ല, അവർ തന്നെ അവരുടെ പൈസ അവർ തന്നെ മാനേജ് ചെയ്ത് അവർ തന്നെ നടത്തുന്നു. ഞാനൊരു അഡ്വൈസറാണ്. കാലതാമസം വന്നുകൊണ്ട് ആദ്യം തുടങ്ങിയ കമ്പനി നമ്മൾ അബാൻഡൻ ചെയ്യുകയും ചെയ്തു, വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് പോലും അത് കൃത്യമായിട്ട് റെറ കണ്ടുപിടിച്ച് അതിനൊരു, കാരണം അത് ജനത്തിന് ഒരു ബോധവൽക്കരണമാണ്. കേരളം മുഴുവൻ അതൊരു ബോധവൽക്കരണമാണ്, അത് ആവശ്യമാണ്. പിന്നെ കേരളത്തിലത് പിന്നെ ഈ പറഞ്ഞതുപോലെ കള്ള നാണയങ്ങൾ കളിക്കരുത്. ഇതിനകത്താകുമ്പോൾ വേറെ പൈസ പോകുന്നില്ല, അവർ തന്നെ നടത്തുന്നു, അവരുടെ തന്നെ കാശ്. പിന്നെ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പോൾ ദുബൈയിലെ റെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മളൊരു നല്ല ടെസ്റ്റ് പാസ്സായതിനു ശേഷം ലൈസൻസ് കൊടുക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പോകുന്നതിനെ കഴിഞ്ഞും കഷ്ടമാണ് ദുബൈയിലെ റെറ ലൈസൻസ് എടുക്കുന്നത്. US ആണെങ്കിലും ശരി, പ്രത്യേക എക്സാം ഒക്കെ പാസ്സായതിനു ശേഷം മാത്രം. ഇവിടെ നമുക്ക് ഒരു പരീക്ഷയായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞു കേട്ടെങ്കിൽ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 100-200 പേരെ കൊണ്ട് കാണിക്കുമ്പോഴാണ് ഒരു പ്രോപ്പർട്ടി അപ്പോൾ അതിനകത്ത് ആകെ അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അത് ചിലപ്പോൾ ഈ ഉടമസ്ഥൻ കൊടുക്കാതിരിക്കും. അതല്ല, ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവർ വന്ന് പിടിച്ചു പറിച്ചിട്ട് പോകും. കയ്യൂക്കൊള്ളാൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ പിടിച്ചു പറിച്ചിട്ട് പോകും. അപ്പോൾ ഈ ഒറിജിനലി ചെയ്ത ആളിനൊന്നും, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് കേസുണ്ട്, സങ്കടം തോന്നും. പക്ഷെ അവിടെയൊന്നും ഈ റെറയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, പക്ഷെ ആലോചിച്ച് കഴിഞ്ഞാൽ ചെയ്യാം. മറ്റുള്ള രാജ്യത്ത് ചെയ്യുന്നുണ്ടല്ലോ.
അപ്പം ദുബൈയിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആലോചിച്ച് കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ തുടങ്ങി വന്നതല്ലേ ഉള്ളൂ. പതുക്കെ പതുക്കെ മെച്ചപ്പെടുമായിരിക്കും. ഇത് കുത്തഴിഞ്ഞ് കിടന്നൊരു റിയൽ എസ്റ്റേറ്റ് അതെ മേഖലയല്ലേ. അതെ അതെ ആരെ വേണമെങ്കിലും പറ്റിച്ചുകൊണ്ട് പോകാവുന്നത് ഇത് കിടക്കുമല്ലായിരുന്നു. അതെ അതെ. അപ്പോൾ അതിനെ ഒന്ന് അടുക്കി പെറുക്കി കെട്ടി എന്തായാലും പോസിറ്റീവായിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ഇൻവെസ്റ്ററെ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറെ സംബന്ധിച്ച് റെറ വന്നതിന് ശേഷം കോസ്റ്റ് വൈസ് ഒരുപാട് കൂടിയിട്ടില്ലേ? അത് ഈ ഇൻഡസ്ട്രിയെ ബാധിക്കില്ലേ? അല്ല, കോസ്റ്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ചോദിക്കുന്നത് സെക്യൂരിറ്റി ആണോ കോസ്റ്റ് ആണോ ഇമ്പോർട്ടൻ്റ്? തീർച്ചയായും സെക്യൂരിറ്റി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെറ ഉള്ളൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് റീസെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. എളുപ്പമാണ്. അപ്പോൾ ഇവിടെ പോകുന്ന കോസ്റ്റ് നമുക്ക് അവിടെ കിട്ടുമല്ലോ. അതെ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാനൊക്കെ ഭയങ്കര നിർബന്ധമായിട്ട് പറയുന്നതാണ്, ഈ പൈസ കൊടുക്കുന്നത് വൈറ്റിൽ മാത്രമേ കൊടുക്കാവൂ. കംപ്ലീറ്റ് വൈറ്റിൽ ഡീൽ ചെയ്യാവൂ പ്രോപ്പർട്ടി. ഭയങ്കര മണ്ടത്തരമാണ് ഈ 10% തട്ടിക്കാൻ വേണ്ടിയിട്ട് വില കുറച്ച് വെക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ അങ്ങ് കുറയല്ലേ. റെറ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ചെയ്യാൻ ഇനി കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് നേരിട്ട് വലിയതില്ലെങ്കിലും മൊത്തത്തിലൊരു വാല്യൂ ഇല്ല. പ്രത്യേകിച്ച് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നവർക്കൊക്കെ, പണി ചെയ്ത് തീർത്ത് കൊടുക്കുന്നവർക്കൊരു ഒരു വിലയുണ്ടല്ലോ, എസ്റ്റിമേറ്റഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ പല ആൾക്കാർക്കും ഒരുപാട് നഷ്ടം വരുന്നതെല്ലാം ഈ സീക്രസി ഈസ് ദ ബാഡ്ജ് ഓഫ് ഫ്രോഡ്. എപ്പോഴും രഹസ്യം വരുമ്പോഴത്തേക്കാണ് നമുക്ക് അവിടെ പറ്റിക്കാനും തട്ടിക്കാനും ഒക്കെ ആയിട്ട്. ഓപ്പൺ ആണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓപ്പൺ അല്ലേ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റെറ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കോടതി എടുക്കാം, കേരള ഹൈക്കോർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലെ ഓരോ ഹൈക്കോർട്ട്, ഡൽഹി ഹൈക്കോർട്ട്, ഇതൊക്കെ എടുക്കുകയാണെങ്കിലും ഈ കേരളത്തിൽ ഒരു ശകലം പോലും കൈക്കൂലി ഒന്നും ഇല്ലാത്ത പ്രസ്ഥാനം ജുഡീഷ്യറിയാണ്, കേരള ഹൈക്കോർട്ടാണ്. അപ്പം ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വളരെ നേരെ ചൊവ്വേ നടക്കുന്നൊരു ഒരു ഏരിയയാണ്. തുടക്കത്തിൽ ഇങ്ങനെ ചില മിസ്റ്റേക്ക് വരും. ഇപ്പം തെറ്റായിട്ട് പിടിച്ച് നമ്മളെ ഫൈൻ അടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് സത്യം അവതരിപ്പിക്കാമല്ലോ. തീർച്ചയായും. അപ്പം എന്നാൽ ഈ പറഞ്ഞ വേറെ ഒന്നും ബാധിക്കത്തില്ല. അപ്പോൾ അവിടെ പിന്നെ പഞ്ചായത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുത്താലും അവിടെ പണിയൊന്നും ചെയ്യുന്നില്ല, എല്ലാം വരച്ചുകൊണ്ടിരിക്കുക. കുറച്ച് 5 സ്റ്റാർ ഹോട്ടൽസിൻ്റെയൊക്കെ കുറച്ച് US വരയ്ക്കുന്നു, അതുപോലെ തന്നെ ഇവിടെ വരയ്ക്കുന്നു, വില്ലാസിനൊക്കെ വരപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാം വില്ലായി ഉടനെ തന്നെ വെക്കാനായിട്ട്, ഒറ്റ ടൈം തന്നെ എല്ലാം വെക്കാനായിട്ട് വരപ്പീരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്നിട്ട് അവരവരെ വെക്കുന്നത് ചിലപ്പം പിന്നെ പുറത്ത് ഞാൻ സജസ്റ്റ് ചെയ്തത് വലിയ കോൺട്രാക്ടർക്ക് കൊടുത്ത് മെക്കനൈസ് ചെയ്ത് ഹൈ ക്വാളിറ്റി ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ആ രീതിയിലാണ് അവർ ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം വിൽപ്പന അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു 1-2 പേർക്കൊക്കെ ആവശ്യം വന്നവർ വിറ്റിട്ടുണ്ട്. അത് തന്നെ പരിചയമുള്ളവർക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അവർ തമ്മിലെ ബന്ധുക്കളും പരിചയമുള്ളവർക്കൊക്കെ ആർക്കും കൊടുത്തേക്കുന്നത്. അല്ലാതെ അവിടെ വിൽപ്പനയില്ല. ഈ കമ്പനി നത്തിങ്, ഒരു വിൽപ്പനയില്ല. നമ്മൾ ബയർ മാത്രമാണ്. നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ വളരെ വ്യക്തമാണ്. സാർ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു, റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള. എന്താണ് ആ പുസ്തകത്തിലുള്ളത്? അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരിക്കും. ഇത് നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ലോകത്തിലെ ഏറ്റവും ടോപ്പ് 50 റിയൽ എസ്റ്റേറ്റ് അവരുടെ രീതികൾ എങ്ങനെയാണ്, സ്ട്രാറ്റജീസ് എങ്ങനെയാണ്, മെത്തേഡ് എങ്ങനെയാണ്, ആ ഒരു രീതി കേരളത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ലോകത്തിലെ ഏറ്റവും ടോപ്പ് റിയൽ എസ്റ്റേറ്റുകാർ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റിയൽ എസ്റ്റേറ്റുകാർ, ആ രീതി കേരളത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ചില ബിൽഡേഴ്സൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പുലർത്തുന്നുണ്ട് ഇവിടെ, നല്ല സൂപ്പറായിട്ട്. പിന്നെ വീടുകളുടെയൊക്കെ മോഡൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വരാവുന്ന ലോകത്തിലെ ഇതൊന്നും നെറ്റ് ചെയ്തെടുക്കുന്ന സാധനങ്ങളൊന്നുമല്ല, എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പിക്ചേഴ്സാണ്. അപ്പം എങ്കിലും ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വീടുകളുടെയൊക്കെ മോഡലുകൾ കിട്ടാനായിട്ടും ഈ ബുക്ക് ഒത്തിരി ഉപയോഗിക്കണം. സകല നിയമങ്ങളും, അത് ലോ ബുക്ക് എന്നുള്ളതല്ല, കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇത് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇത് ഈ ഒരാൾക്കൊരു 5-10 കോടി രൂപ നല്ല രീതിയിൽ നന്മയിലൂടെ റിയൽ എസ്റ്റേറ്റ് കൂടെ ചെയ്തുണ്ടാക്കാനായിട്ട് ഈ പുസ്തകം ധാരാളം ആ രീതി തന്നെ ചെയ്തേക്കും. മലയാളത്തിൽ തന്നെ പുസ്തകം മലയാളത്തിൽ, പക്ഷേ ഇപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പറഞ്ഞു. കാരണം ഡൽഹിയിൽ പോലും നമുക്ക് നല്ല ബുക്കില്ല. ഇന്ത്യയിൽ തന്നെ ഇത്രയും വിപുലമായിട്ടുള്ളതില്ല. ഇന്ത്യയിലെ 3 ബുക്ക് റിയൽ എസ്റ്റേറ്റിന്റെ 3 ചെറിയ ബുക്കുകളാണുള്ളത്. പക്ഷേ അന്താരാഷ്ട്ര മാർക്കറ്റിലായതുകൊണ്ട് 1200 ബുക്സ് ഉണ്ട്. മിക്കവാറും എല്ലാം തന്നെ ഞാൻ നോക്കിയിട്ടുള്ള ബുക്സാണ്. കോഴ്സുകളും ധാരാളമുണ്ട്. ഇപ്പോൾ ഹീരാനന്ദാനിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റിൽ ഒരു MBA ഉണ്ടാക്കുന്നത്. ഈ ആർക്കിടെക്റ്റ് പഠിക്കുന്നതും സിവിൽ എഞ്ചിനീയറിംഗും അല്ലാതെ റിയൽ എസ്റ്റേറ്റിനെ വസ്തുനിഷ്ഠമായി പഠിപ്പിക്കാനായിട്ട് ഇന്ത്യയിൽ ഒരു സംഭവം ഇല്ല. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഹീരാനന്ദാനിയാണ് മുംബൈയിലൊരു MBA ഇൻ റിയൽ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ്
എടുക്കുന്നത്. യു എസിലുണ്ട്, യു എസ് നേരത്തെ തന്നെ ഉണ്ട്. സാറ് റിയൽ എസ്റ്റേറ്റ് കോഴ്സുകൾ നടത്തുന്നുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഏതൊക്കെ തരത്തിലുള്ള ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തിട്ട് ഓരോ സമയത്ത് എടുക്കുന്നതിന് പകരം ഓൾറെഡി ചെയ്തിട്ട് ഇ ലേണിംഗിൽ ഇട്ടേക്കും. ഈ ലേണിംഗ് കേട്ടിട്ടുണ്ട്. ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ തന്നെ എടുത്തിട്ട് മലയാളത്തിലുള്ളത് തന്നെ, മലയാളികൾക്ക് മലയാളത്തിലുള്ളത് തന്നെ നമ്മളിപ്പം ഇ ലേണിംഗിൽ ഇട്ടേക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ലെവലാണ്, 12 ലെവൽ വരെയൊക്കെ വരും. കാരണം ഇത് ഭയങ്കര സങ്കീർണമായ കാര്യങ്ങളും വരുമല്ലോ. അപ്പോൾ സാധാരണപ്പെട്ടവർക്ക് പഠിക്കാനുള്ളത് കുറച്ചുകൂടെ പ്രൊഫഷണലി ഹയർ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ആ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ചെയ്ത് ഓരോ ക്ലാസ് ഫിസിക്കലി ഒരു ക്ലാസ് കഴിയുമ്പോൾ അതിനെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് അതിനെ ഇ ലേണിംഗ് ആയിട്ടിടും. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ആ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നടന്നോളും. മറ്റെന്തെങ്കിലും പ്ലാനുകൾ ലൈഫ് ലൈന് ഉണ്ടോ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ? ഇപ്പോൾ ഈ ആക്ച്വലി നമ്മളുടെ സ്റ്റുഡൻസ് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പറയുന്നുണ്ട്, കൊച്ചിയിൽ പറയുന്നുണ്ട്, മറ്റെല്ലാ ജില്ലകളിലും പറയുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് അവർ തന്നെ അതിൻ്റെ ഒരു എല്ലാം ശരിയാക്കി കൊണ്ടുവരുമ്പം അതിനകത്ത് എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വിദഗ്ധന്മാരാണ്, ലോക വിദഗ്ധന്മാർ, ഇന്ത്യയിലെ ടോപ്പ് വിദഗ്ധന്മാർ, ഇല്ല കേരളത്തിലെ ടോപ്പ് വിദഗ്ധന്മാർ. അപ്പോൾ ഈ കൊച്ചു പ്രോജക്റ്റിനൊന്നും ഈ വിദഗ്ധന്മാരെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് കോഴിക്കോട് അഫോർഡ് ചെയ്യാം, കാരണം മൊത്തം വരുമ്പോൾ 2000 കോടിയുടെ പ്രോജക്റ്റ് അല്ലേ, അവിടെ നമുക്ക് അഫോർഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ അത് ചെറിയ ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചെയ്യുന്നൊരു പ്രത്യേക രീതി, ഇതിൻ്റെ ലാഭം 1-2 പേരിലേക്ക് പോകുന്നതിന് പകരം ഈ യൂസ് ചെയ്യുന്നവരും ബിൽഡ് ചെയ്യുന്നവരും എല്ലാം അവർ തന്നെ ആണ്. അപ്പോൾ ലാഭം ഉണ്ടെങ്കിൽ അവർക്കാണ് പോകുന്നത്. ഒരു വ്യക്തിക്കല്ല, ഒരുപാട് വ്യക്തികളെ ഇതിലൂടെ വികസിപ്പിക്കാൻ സമ്മതമാക്കാൻ സാധിക്കുന്നു. അതായത് ഇപ്പോൾ ഈ കോഴിക്കോട് നടത്തുന്ന പ്രോജക്റ്റിൻ്റെ ലാഭം പോകുന്നത് അതിനകത്ത് വന്ന് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരാണ്. അവരതിൻ്റെ ഉപഭോക്താക്കളും അതോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്തവരും അവർ തന്നെയാണല്ല. അതായത് ചെറുകിടക്കാരാണ്. ചെറുകിടക്കാർക്കും വന്ന് ഒരു വൻകിട പ്രൊജക്റ്റിൽ പങ്കാളിയാവാൻ ഇതുള്ള സാധിക്കുന്നു എന്നുള്ളതാണ്. അതെ, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ചെറിയ ആൾക്കാർക്കും വളരെ വൻകിട പ്രോജക്റ്റിൽ ഇപ്പം നമ്മൾ ഇതിനെ കഴിഞ്ഞും വളരെ വലുതായിട്ട് വരുന്നൊരു പ്രോജക്റ്റ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തും ഈ പറഞ്ഞതുപോലെ A to Z മുഴുവനും നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ ടാലൻസും കഴിവുകളും ഒക്കെ എടുത്തിട്ട് ഗ്യാപ്പ് ഉള്ളിടത്ത് നമ്മൾ പുറത്തുനിന്ന് വിദഗ്ധരെ കൊടുക്കും. അപ്പോൾ അത് കൂലിക്കാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഫഷണൽ ഫീസ് കൊടുത്തോണ്ടാണ്. അപ്പം അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിക്ക് ചെയ്യേണ്ട ഒരു മേഖല ഇവിടെ ഇല്ല, കാരണം എനിക്കുണ്ടോ എല്ലാം ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. എന്തായാലും വളരെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് വളരെ നല്ല അറിവുകളാണ് സാർ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നമ്മളോട് പങ്കുവെച്ചോണ്ടിരുന്നത്. നന്ദി സാർ. താങ്ക് യു.